സൗണ്ട് കേൾക്കാമോ അവിടെ? ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇതിപ്പോ 9:10 ലിങ്ക് ഇടാൻ പറഞ്ഞത്. അപ്പൊ ഇനി ഒരു 10 മിനിറ്റ് കൂടെ നോക്കാല്ലേ ആൾക്കാർ വരുന്നത്? 10 മിനിറ്റ് കൂടെ നോക്കിയിട്ട് ക്ലാസ് തുടങ്ങും. സമയം 1 മിനിറ്റ്. ഓക്കെ, 9:13 നമുക്കൊരു 9:15 വരെ നോക്കാം. ഓക്കെ, 9:15 വരെ നോക്കാം. ഓക്കെ, ഓക്കെ, 9:14 ഒരു സെക്കൻഡ്. തുടങ്ങാമോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ആഡ്വർബ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ച? വെർബ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ആഡ്വർബ്. ഓക്കെ, ഏതാണ്? ആഡ്വർബ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആഡ്വർബ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണം.
ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാവിശേഷണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ രാജു ഈസ് റണ്ണിങ് ഫാസ്റ്റ്ലി, രാജു ഈസ് റണ്ണിങ് ഫാസ്റ്റ്ലി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ രാജു എന്താണ്? നിങ്ങൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ. രാജു ഈസ് റണ്ണിങ് ഫാസ്റ്റ്ലി, രാജു ഈസ് റണ്ണിങ് ഫാസ്റ്റ്ലി. ഫാസ്റ്റ്ലി എന്ന് പറയുന്നതാണ് എന്ത്? ആഡ്വർബ്. ഫാസ്റ്റ്ലി എന്ന് പറയുന്ന സംഗതിയാണ് ആഡ്വർബ്. അപ്പൊ ആ അവസരത്തില് ആഡ്വർബ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അതാണ് PSC മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതായത് ക്രിയയെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്, ക്രിയയെ സഹായിക്കാൻ അല്ലെങ്കിൽ ക്രിയയെ വിശേഷിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ആഡ്വർബ്. സോ ആ ക്രിയാവിശേഷണം ആഡ്വർബ്, അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാല് ഒരു വാക്കിനോട് LY അല്ലെങ്കിൽ LLY തുടങ്ങിയവ ചേർത്ത് കഴിഞ്ഞാൽ ആഡ്വർബിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അതിന്റെ ഒരു കീ സംഭവം. അത്രയും മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക. An adverb is a word or phrase that modifies the meaning of an adjective. ഒരു അഡ്ജക്റ്റീവിന്റെ എന്താ മീനിങ്ങിനെ അല്ലെങ്കിൽ വെർബിന്റെ മീനിങ്ങിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വാക്കാണ് എന്ത്? ആഡ്വർബ് അല്ലെങ്കിൽ ക്രിയാവിശേഷണം. അത് ആഡ്വർബ് ഓഫ് മാനർ ആവാം, ആഡ്വർബ് ഓഫ് പ്ലേസ് ആവാം, ആഡ്വർബ് ഓഫ് ടൈം ആവാം, ആഡ്വർബ് ഓഫ് ഡിഗ്രി ആവാം. ഓക്കെ, അങ്ങനെ ആഡ്വർബ് എന്തുണ്ട്? പല തരമുണ്ട്. അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരാൾ വന്നിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോ ഒരു ഇനി ആഡ്വർബ് ഓഫ് ടൈം. ഒന്നാമത്തത് ആഡ്വർബ് ഓഫ് മാനർ. ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആഡ്വർബ് ഓഫ് മാനർ ആണ്. ഒന്നാമത്തത് ആഡ്വർബ് ഓഫ് മാനർ ആണ്. അപ്പൊ ആഡ്വർബ് ഓഫ് മാനർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ ആഡ്വർബ് ഓഫ് മാനർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ, എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്ന ചോദ്യത്തിന് ഉത്തരം വന്നാൽ, എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്ന ചോദ്യത്തിന് ഉത്തരം വരുമ്പോഴാണ് ആഡ്വർബ് ഓഫ് മാനർ ആവുന്നത്. ഓക്കെ, എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്ന ചോദ്യത്തിന് ഉത്തരം വന്നാൽ എന്താവും? അത് ആഡ്വർബ് ഓഫ് മാനർ ആവും. ആഡ്വർബ് ഓഫ് മാനർ ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഹൗ. എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അതാണ് ആഡ്വർബ് ഓഫ് മാനർ നമുക്ക് തരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതിന്റെ എക്സാമ്പിൾ ഒരു സെന്റൻസ് പറഞ്ഞുതരാം. ഇതാ നോക്കിയേ, ഹി ഈറ്റ്സ് ജെന്റിലി. അതിന്റെ എക്സാമ്പിൾ ഒരു സെന്റൻസ് ആണ്, ഹി ഈറ്റ്സ് ജെന്റിലി. അപ്പോ അവൻ എങ്ങനെ കഴിക്കുന്നു? ഹി ഈറ്റ്സ് ജെന്റിലി, അവൻ എങ്ങനെ കഴിക്കുന്നു. അപ്പൊ ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. ഹി ഈറ്റ്സ് ജെന്റിലി, അവൻ എങ്ങനെ കഴിക്കുന്നു. ആ ചോദ്യത്തിന് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ട്. എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ട്. ഹി ഈറ്റ്സ് ജെന്റിലി. അപ്പൊ അതാണ് ആഡ്വർബ് ഓഫ് മാനറിന്റെ ആ ഒരു ഐഡന്റിഫൈ ചെയ്യാനുള്ള ഐറ്റം. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, ആഡ്വർബ് ആഡ് ചെയ്യുന്നത് എങ്ങനെ അത് മാത്രം പഠിച്ചാൽ മതി. ദെൻ they played well, അവർ നന്നായി കളിച്ചു. അപ്പൊ ചോദ്യം, അവർ എങ്ങനെ കളിച്ചു? they played well എന്ന ചോദ്യം, അവർ എങ്ങനെ കളിച്ചു? ഹൗ, എങ്ങനെ കളിച്ചു. അപ്പോ ആഡ്വർബ് ഓഫ് മാനർ ആയിട്ട് വരുന്ന വാക്കുകൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ആഡ്വർബ് ഓഫ് മാനർ ആയിട്ട് വരുന്ന വാക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആംഗ്രിലി, ഇപ്പൊ ആക്സിഡന്റലി, എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി. ജോയസ്ലി, എങ്ങനെ അവർ സന്തോഷിച്ചു. ഷാർപ്ലി, എത്രത്തോളം അല്ലെങ്കിൽ എത്രത്തോളം അത് ഷാർപ്പ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു വേർഡ്സ് വരുന്നത് ആഡ്വർബ് ഓഫ് മാനർ. ആഡ്വർബ് ഓഫ് മാനർ എങ്ങനെ അല്ലെങ്കിൽ ഏത് എന്ന രീതിയിൽ കൃത്യമായി ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ക്രിയാവിശേഷണത്തെ ആഡ്വർബ് ഓഫ് മാനർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഏത്? അതിന്റെ എക്സാമ്പിൾസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും PDF ആയിട്ട് ഇട്ടിരുന്ന തരും. അപ്പൊ അതുകൊണ്ട് വിഷയമല്ല. അതിനാൽ 2 സെന്റൻസ് കൂടെ വായിക്കാം. ഷീ ഫ്യൂരിയസ്ലി റാൻ അവേ ഫ്രം ദ ക്രൗഡ്. ഷീ ഫ്യൂരിയസ്ലി റാൻ അവേ ഫ്രം ദ ക്രൗഡ്. അവൾ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് വളരെ ഫ്യൂരിയസ്ലി, എന്താണ്, വളരെ ദേഷ്യത്തോടു കൂടി ഓടിപ്പോയി. അവൾ എങ്ങനെ ഓടിപ്പോയി? അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഇവിടുത്തെ ഈ ഷീ ഫ്യൂരിയസ്ലി റാൻ അവേ ഫ്രം ദ ക്രൗഡ് എന്ന സെന്റൻസിലെ വെർബ് ഏതാണ്? പറയാമോ? പറഞ്ഞോടെ. റാൻ ആണ്. അവിടെ റാൻ ആണോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല, റാൻ ആണ്. അപ്പോ നിങ്ങൾ കൺസെപ്റ്റുകൾ കൃത്യമാക്കുക. മനസ്സിലായില്ലേ? ഒരു വ്യക്തി ചെയ്യുന്ന ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി, അതാണ് വെർബ്.
വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഒരു വ്യക്തി ചെയ്യുന്ന ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി, അതാണ് വെർബ്. ഓക്കെ, ഇവിടെ റാൻ എന്ന് പറഞ്ഞാൽ ഓടുക, റാൻ എന്ന് പറഞ്ഞാൽ ഓടുക, അതാണ് എന്ത്? വെർബ്. റാൻ എന്ന് പറഞ്ഞാൽ ഓടുക, അതാണ് വെർബ്. സോ ഇവിടെ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി അതാണ് റാൻ. ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി വെർബ്. സോ ആ റാൻ എന്ന് പറയുന്ന ആ പ്രവൃത്തി എങ്ങനെ ചെയ്തു? ഫ്യൂരിയസ്ലി, വളരെ ദേഷ്യത്തോട് കൂടി, ഫ്യൂരിയസ്ലി. അതാണ് എന്ത് ഇവിടെ? ആഡ് വെർബ്. ആ ഫ്യൂരിയസ്ലി എന്ന വാക്കാണ് ഇവിടെ ആഡ് വെർബ്. അടുത്തൊരു ഞാൻ സെന്റൻസ് തരാം. അടുത്ത സെന്റൻസ്, ഹി റെഗുലർലി മീറ്റ്സ് ഹർ മദർ വൺസ് ഇൻ എ മന്ത്. ഓക്കെ, ഹി റെഗുലർലി മീറ്റ്സ് ഹർ മദർ ഷീ ആണല്ലോ വരണ്ട. ഓക്കെ, ഷീ റെഗുലർലി മീറ്റ്സ് ഹർ മദർ വൺസ് എ മന്ത്. അപ്പൊ ആ ഒരു സെന്റൻസില് വെർബ് ഏതാണ്? ഞാൻ ചോദിക്കുന്ന ആൾ പറഞ്ഞാൽ മതി. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ, ഒരു സെക്കൻഡ്. ആ ഒരു സെന്റൻസിൽ വെർബ് ഏതാണ്? ഇത് അശ്വതി പറയാമോ? ആ ഒരു സെന്റൻസിൽ വെർബ്, ഹി റെഗുലർലി മീറ്റ്സ് ഹർ മദർ വൺസ് എ മന്ത്, അതിലെ വെർബ് ഏതാന്ന് പറയാമോ? പറഞ്ഞു. കാണാൻ പറ്റുന്നുണ്ടോ? ഹി റെഗുലർലി മീറ്റ്സ് ഹർ മദർ വൺസ് എ മന്ത്, അതിൽ വെർബ് ഒന്ന് പറയാമോ? മീറ്റ്. കറക്റ്റ് ആണ്, മീറ്റ്. മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ പോവുക. മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ പോവുക. ഹി റെഗുലർലി മീറ്റ്സ് ഹർ മദർ വൺസ് എ മന്ത്, അതിൽ വെർബ് എന്താണ്? മീറ്റ് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അശ്വതി അതിന്റെ ഉത്തരം, അതിന്റെ ആഡ് വെർബ് ഏതാണെന്ന് പറയാമോ? ആഡ് വെർബ്, ഈ സെന്റൻസിൽ ആഡ് വെർബ്. റെഡി? പോയോ? റെഗുലർലി. റെഗുലർലി കറക്റ്റ് ആണ്. റെഗുലർലി, അതായത് മീറ്റ് എന്ന് പറയുന്ന ക്രിയയെ, മീറ്റ് എന്ന് പറയുന്ന ക്രിയയെ കൃത്യമായി വിശേഷിപ്പിച്ചിരിക്കുന്നത്, മീറ്റ് എന്ന് പറയുന്ന ക്രിയയെ കൃത്യമായി വിശേഷിപ്പിച്ചിരിക്കുന്നത്, ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണം. ഇവിടെ ആഡ്വർബ് ഓഫ് മാനർ ആണ്. ആഡ്വർബ് ഓഫ് മാനർ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞാൽ റെഗുലർലി, എപ്പോഴും കാണുന്നു. റെഗുലർലി, ക്രമമായി അവൻ കാണുന്നു. എങ്ങനെ കാണുന്നു? അതാണ് ചോദ്യം. അടുത്ത ചോദ്യം, ഷീ റെഡിലി എഗ്രീഡ് ടു ഹിസ് പ്രപ്പോസൽ. ഷീ റെഡിലി എഗ്രീഡ് ടു ഹിസ് പ്രപ്പോസൽ. ആ ചോദ്യത്തില് വെർബ് ഏതാണ്? ഞാൻ ചോദിക്കാം, ആരെങ്കിലും ചോദിക്കാം. ഒരു മിനിറ്റ്. ആതിര അതിലെ വെർബ് പറയാമോ? ആ സെന്റൻസിലെ വെർബ് പറയാമോ? ഷീ റെഡിലി എഗ്രീഡ് ടു ഹിസ് പ്രപ്പോസൽ. ഏതാണ്? എഗ്രീഡ്. ഷീ റെഡിലി എഗ്രീഡ് ടു ഹിസ് പ്രപ്പോസൽ, അതിലെ വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ എഗ്രീഡ് ആണ്. അതിലെ ആഡ് വെർബ് ഏതാണ്? അതിൽ ആഡ് വെർബ് ഏതാണ് പറയാമോ? ആഡ് വെർബ് റെഡിലി. കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അപ്പൊ ആഡ് വെർബ് ഓഫ് മാനർ എന്ന് പറഞ്ഞ സംഗതി ഓക്കെയാണ്. അങ്ങനെ ആഡ് വെർബ് ഓഫ് മാനർ എന്ന് പറഞ്ഞ സംഗതി ഓക്കെ ആണെങ്കിൽ നമുക്ക് ആഡ് വെർബ് ഓഫ് ടൈമിലോട്ട് പോവാം. മനസ്സിലല്ലേ? ആഡ് വെർബ് ഓഫ് ടൈം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ആഡ് വെർബ് ഓഫ് ടൈം. അപ്പൊ ആഡ് വെർബ് ഓഫ് ടൈം ആൻസർ ദ ക്വസ്റ്റ്യൻ വെൻ. അപ്പൊ ആഡ് വെർബ് ഓഫ് ടൈം ചോദിക്കുകയാണെങ്കിൽ എപ്പോൾ, ആഡ് വെർബ് ഓഫ് ടൈം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? എപ്പോൾ എന്ന ചോദ്യത്തിന് ആഡ് വെർബ് ഓഫ് ടൈം എപ്പോൾ, വെൻ, എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുവാണെങ്കിൽ അത് ആഡ് വെർബ് ഓഫ് ടൈം. അപ്പൊ ആ ഒരു സംഭവങ്ങളെല്ലാം നോക്കിക്കേ, ഒരു വാക്ക് നോക്കിക്കേ, ആനുവലി. ആനുവലി എന്ന് പറയുമ്പോൾ വാർഷികമായി. അപ്പൊ അവിടെ സമയം പറയുന്നുണ്ട്, ഒരു ഇയർ. സമയം പറയുന്നുണ്ട്, ഒരു ഇയർ. ഇനി ബിഫോർ. ബിഫോർ എന്ന വാക്ക് ശ്രദ്ധിച്ചേ. ആ ബിഫോറിന്റെ സ്ഥാനത്ത്, ബിഫോറിന്റെ എൻഡിങ്ങിൽ LY എന്ന് പറയുന്ന സംഭവം ഇല്ല. ബിഫോർ എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അവിടെ LY എന്ന് പറയുന്ന സംഭവം ഇല്ല. എങ്കിലും അതൊരു അഡ്ജക്റ്റീവ് ആണ്. സോറി, അഡ്ജക്റ്റീവ് അല്ല, ആഡ് വെർബ് ആണ്, ക്രിയാ വിശേഷണമാണ്. ആ ബിഫോറിന്റെ സ്ഥാനത്ത് LY എന്ന് ഒരിക്കലും ചേർക്കില്ല. പക്ഷെ ആ ബിഫോർ വാക്കിന്റെ അർത്ഥം നോക്കിക്കേ, മുൻപ് അല്ലെങ്കിൽ മുന്നേ. അതായത് ഒരു പർട്ടിക്കുലർ സമയത്തിന് മുന്നേ. എപ്പോൾ എന്ന ചോദ്യം, ഇവിടെ വെൻ എന്ന ചോദ്യം, വെൻ എന്ന ചോദ്യം വരുന്നതാണ് എന്ത്? ആഡ് വെർബ് ഓഫ് ടൈം. വെൻ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. വെൻ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് ആഡ് വെർബ് ഓഫ് ടൈം. സോ ബിഫോർ എന്താണ്? എന്തിനോ മുന്നേ. എന്തിനു മുന്നേ, അതാണ് ചോദ്യം. അടുത്ത് ജസ്റ്റ്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഹി ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ് ഈറ്റിംഗ്. ഹി ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ് ഈറ്റിംഗ്. അപ്പോ ആഹാരം കഴിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഇപ്പൊ ആഹാരം കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോ ഈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വെർബിന് തൊട്ട് മുന്നിൽ വരുന്ന അതിനെ എന്താണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വാക്കാണ് ജസ്റ്റ്.
അത് അവിടെ ആഡ്വർബ് ആണെങ്കിലും അതിന്റെ അവിടെ ly ഉപയോഗിച്ചിട്ടില്ല. അപ്പോ ഈ ആഡ്വർബ് എന്ന് പറയുന്ന സംഭവങ്ങള് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ അത് നോട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ly മാത്രമല്ല അല്ലാതെയും എന്ത് വരും? ആഡ്വർബ് വരും. ഇത് PDF ഇട്ട് തരാം, പേടിക്കരുത്. അപ്പൊ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേടേ, വാക്കുകളൊന്ന് ശ്രദ്ധിച്ച്. സമയത്തിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഫ്രീക്വന്റ്ലി, ഫസ്റ്റ്, നെവർ, നൗ, മന്ത്ലി, സൂണ്, ടുഡേ. അപ്പൊ ഇവിടെ എല്ലാം എന്താ വന്നിരിക്കുന്നത്? വാക്കുകൾ വന്നിരിക്കുന്നതെല്ലാം എപ്പോൾ, വെൻ, എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്ന ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾ സെന്റൻസ് നോക്കാം. ഓക്കെ, സെന്റൻസ് നോക്കാം. Do you go running daily? Do you go running daily? Okay, do you go running daily? അപ്പോ അതിനകത്തുള്ള ഒരു മിനിറ്റ്, ഡു യു ഗോ റണ്ണിങ് ഡെയിലി, ആ സെന്റൻസില് വെർബ് ഏതെന്ന് പറയാമോ? ആ സെന്റൻസിലെ വെർബ് ഏതെന്ന് പറയാമോ? എനിബഡി ക്യാൻ ആ സെന്റൻസിൽ വെർബ് പറയാമോ? ഡു യു ഗോ റണ്ണിങ് ഡെയിലി, ആ സെന്റൻസിലെ വെർബ് ഗോ ആണ്, റണ്ണിങ് ആണ്. ഓക്കെ, നിങ്ങൾ പലരും ഗോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവൻ ആ സെന്റൻസ് ഒന്നും, അപ്പൊ ഞാൻ പലതവണ പഠിപ്പിച്ചവൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുന്ന അവസരത്തില് എന്താണ് ഒരു ഇംഗ്ലീഷിലെ സെന്റൻസ് കിട്ടുമ്പോ അതിനകത്ത് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മലയാളത്തിൽ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. ഡു യു ഗോ റണ്ണിങ് ഡെയിലി, നീ എന്നും ഓടാൻ പോകുന്നുണ്ടോ? നീ എന്നും ഓടാൻ പോകുന്നുണ്ടോ? അപ്പൊ ഇനി ഒന്ന് പറഞ്ഞേ, ആ ഓടാൻ പോകുന്നുണ്ടോ എന്ന സെന്റൻസില് ഏതാണ് അവിടെ ശരിക്കും വെർബ്? ഒന്ന് പറയാമോടെ? റണ്ണിങ് ആണ് അവിടെ ശരിക്കും വെർബ്. മനസ്സിലായില്ല? അവിടെ ശരിക്കും എന്തുണ്ട്? രണ്ട് വെർബ് വരുന്നുണ്ടെങ്കിലും അവിടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട വെർബ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? റണ്ണിങ് ആണ്. മനസ്സിലായില്ലേ? ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട വെർബ് ഏതെന്ന് ചോദിച്ചാൽ അത് റണ്ണിങ് ആണ്. അവൻ എന്നും ഓടാൻ പോകുന്നുണ്ടോ? ഓക്കെ, എന്നും ഓടാൻ പോകുന്നുണ്ടോ? അവിടെ ആ റണ്ണിങ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോ റണ്ണിങ്ങിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നു, അത് വെർബാണ്. അങ്ങനെയെങ്കിൽ അതിൽ ആഡ്വർബ് ഏതാ? പറയാമോ? ഡെയിലി. ഓക്കെ, ഡെയിലി ആണ്, കറക്റ്റ് ആണ്. ഡെയിലി. എന്നും ഓടാൻ പോകുന്നുണ്ടോ? ആഡ്വർബ് ഓഫ് ടൈം ഏതാന്ന് ചോദിക്കുന്ന സെന്റൻസിൽ കംപ്ലീറ്റ് എല്ലാം റെഡ് കളറിൽ എടുത്തിട്ടിട്ട് ആഡ്വർബ് ഓഫ് ടൈം ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും. കൊള്ളാം, കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായാൽ മതി. ഓക്കെ, ഡു യു ഗോ റണ്ണിങ് ഡെയിലി, അപ്പോ റണ്ണിങ് ആണ് വെർബ്, ഡെയിലി ആണ് അവിടുത്തെ എന്ത്? ആഡ്വർബ്. ആ ഡെയിലി നടക്കുന്ന ഒരു പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഡെയിലി നടക്കുന്ന പ്രോസസ്സാണ് എന്ത്? അവൻ ഓടാൻ പോകുന്നു. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്ന, അതാണ് എന്ത്? അവൻ എപ്പോ ട്രെയിൻസ് ലീവ് അറ്റ് ഹവർലി ഇന്റർവെൽസ്. ട്രെയിൻസ് ലീവ് അറ്റ് അവർലി ഇന്റർവെൽസ്. ഇവിടത്തെ എന്താണ്? ട്രെയിൻസ് ലീവ് അറ്റ് അവർലി ഇന്റർവെൽസ്. ഇവിടത്തെ വെർബ് ഒന്ന് പറയാമോ? ഇവിടത്തെ വെർബ് ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ഓഷിൻ ഇതിലൊരു വെർബ് പറയാമോ? ഈ സെന്റൻസിലെ വെർബ് ആണെന്ന് പറയാമോ? ഒരു സെക്കൻഡ് പറഞ്ഞുതരാം. ഇതാണ് ട്രെയിൻസ് ലീവ് അറ്റ് അവർലി ഇന്റർവെൽ. ട്രെയിൻസ് ലീവ് അറ്റ് അവർലി ഇന്റർവെൽസ്. പറഞ്ഞോളൂ. ലീവ് ആണ്, കറക്റ്റ് ആണ്. ലീവ് ആണ് അതിലെ എന്ത്? വെർബ്. ലീവ് ആണ് വെർബ്. ഓക്കെ, ലീവ് ആണ് വെർബ്. ട്രെയിൻ ഓരോ ഇടവേളകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് പോകുന്നുണ്ട്. ട്രെയിൻ ഓരോ ഇടവേളകളിലും ഇവിടുന്ന് പോകുന്നുണ്ട്. ഓക്കെ, ട്രെയിൻ ഓരോ ഇടവേളകളിലും ഇവിടുന്ന് പോകുന്നുണ്ട്. അതാണ് എന്ത്? ട്രെയിൻസ് ലീവ് അറ്റ് അവർലി ഇന്റർവെൽസ്. അങ്ങനെയാണെങ്കിൽ അതിൽ ആഡ്വർബ് ഏതെന്ന് ചോദിച്ചാൽ ട്രെയിൻ ഓരോ ഇടവേളകളിലും, ഓക്കെ, ട്രെയിൻ ഓരോ മണിക്കൂറിലെ ഇടവേളകളിലും, ഓരോ മണിക്കൂറിലെ ഇടവേളകളിലും ആൻഡ് അവർലി ഇന്റർവെൽ ആണ് ഇവിടുത്തെ ആഡ്വർബ്.
ഓക്കെ, അപ്പൊ ആഡ് ഓർ ഓഫ് ടൈം. അടുത്ത് നോക്കിയേ, ഇറ്റ് സെൽഡം സ്നോസ് ഹിയർ ഇൻ വിന്റർ. വിന്ററില് എന്ത് ചെയ്യുന്നുണ്ട്? സെൽഡം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് വാക്കാണ്. സെൽഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് വാക്കാണ്. കൃത്യമായി നോക്കുക, സെൽഡം നെഗറ്റീവ് വാക്കാണ്. ഇതും എന്താണ്? എപ്പോൾ, എപ്പോൾ എന്ന്, വെൻ എന്ന, എപ്പോൾ എന്ന വാക്കിനെ സൂചിപ്പിക്കാനാണ്. വെൻ എന്ന് പറയുന്ന എപ്പോൾ എന്ന വാക്കിന് ഉത്തരം കിട്ടുന്ന ഒരു ടൈം ആഡ് വെർബാണ് സെൽഡം. ഓക്കെ, ഇറ്റ് സെൽഡം സ്നോസ് ഹിയർ ഇൻ വിന്റർ. വിന്ററിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? വിന്ററിൽ ഇവിടെ മഞ്ഞു പെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് ഇറ്റ് സെൽഡം സ്നോസ് ഹിയർ ഇൻ വിന്റർ, അതിലെ വെർബ് ഏതാണ്? പറയാമോ? വെർബ് ഏതാ? സ്നോസ്. കറക്റ്റ് ആണ്, സ്നോസ് ആണ് അതിലെ വെർബ്. ഓക്കെ, കറക്റ്റ് ആണ്. മഞ്ഞു പെയ്യുന്നുണ്ട്, മലയാളത്തിൽ പറഞ്ഞു നോക്കുക. മഞ്ഞു പെയ്യുന്നുണ്ട്. ഇറ്റ് സെൽഡം സ്നോസ് ഹിയർ ഇൻ വിന്റർ. അവിടെ വിന്ററിൽ ചിലപ്പോഴൊക്കെ, വിന്ററിൽ ചിലപ്പോഴൊക്കെ എന്ത് പെയ്യുന്നുണ്ട്? വിന്ററിൽ ചിലപ്പോഴൊക്കെ എന്ത് പെയ്യുന്നുണ്ട്? മഞ്ഞ് പെയ്യുന്നുണ്ട്. ഓക്കെ, വിന്ററിൽ ചിലപ്പോഴൊക്കെ എന്ത് പെയ്യുന്നുണ്ട്? മഞ്ഞ് പെയ്യുന്നുണ്ട്. വിന്ററിൽ ചിലപ്പോഴൊക്കെ ഒരു എന്തുണ്ട്? മഞ്ഞ് പെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണ ഐറ്റമാണ് ആഡ്വർബ്സ് ഓഫ് പ്ലേസ്. അപ്പോ ആഡ്വർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറയുമ്പോ നമ്മൾ ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എവിടെ, എന്താണ് ആഡ്വർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറയുമ്പോ? എവിടെ എന്ന ചോദ്യങ്ങൾക്ക്, എവിടെ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് എന്ത്? ആഡ്വർബ് ഓഫ് എ പ്ലേസ്. എവിടെ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് ആഡ്വർബ് ഓഫ് പ്ലേസ്. ഓക്കെ, ഇനി അതിനകത്ത് നോക്കിക്കേ, വാക്കുകൾ ഏതൊക്കെയാ നോക്കിക്കേ. ഇൻഡോർ, ഇൻഡോർ, ഇതാ കണ്ടോ? ഇൻഡോർ അകത്ത്, ഇൻഡോർസ് അകത്ത്. ഇനി നിയർ ബൈ, നിയർ ബൈ അടുത്ത്, നിയർ ബൈ അടുത്ത്. ഇനി അപ്പൊ ഇതിന്റെയൊക്കെ ചോദ്യ വേർഡ് ഏതാണ്? വെയർ. ഇതിന്റെയൊക്കെ ചോദ്യ വേർഡ് ആഡ്വർബ്സ് ഓഫ് പ്ലേസ് വരുമ്പോ ചോദ്യം വരുന്ന വേർഡ് അതാണ് വെയർ. എവിടെ എന്ന ചോദ്യം വരും. ഓക്കെ, വെയർ, എവിടെ എന്ന ചോദ്യം വരും. അതാണ് ആഡ്വർബ്സ് ഓഫ് പ്ലേസ്. ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്, ആഡ്വർബ്സ് ഓഫ് പ്ലേസ്. ഓക്കെ ഓക്കെ, തിരിച്ചു വരാം. ഓക്കെ, ആഡ്വർബ്സ് ഓഫ് പ്ലേസ്. ഇനി അത് വാക്കുകളെല്ലാം കംപ്ലീറ്റ് ഒന്ന് നോക്കിക്കേ. അണ്ടർഗ്രൗണ്ട് അടിയിൽ, അണ്ടർഗ്രൗണ്ട് അടിയിൽ, അണ്ടർ അടിയിൽ, എബോവ് ഉയരെ. അപ്പൊ ഇവിടെ എല്ലാം വെയർ അല്ലെങ്കിൽ എവിടെ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടുന്നവയാണ് എന്ത്? ആഡ്വർബ് ഓഫ് പ്ലേസ്. ആഡ്വർബ് ഓഫ് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ ഇതാ ആഡ്വർബ് ഓഫ് പ്ലേസിന്റെ എക്സാമ്പിൾ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആഡ്വർബ്സ് ഓഫ് പ്ലേസ്. അടുത്ത ചോദ്യം, he went somewhere in Delhi for his business meetings. He went somewhere in Delhi for his business meetings. Okay, ഈ സെന്റൻസില് ഓക്സിലറി വെർബ് ഏത്? പറയാമോ? ഓക്സിലറി വെർബ് ഏത്? പറയാമോടെ? ആർക്കാണോ പറയാം? ഓക്സിലറി വെർബ് പറയാമോ? He went somewhere in Delhi for his business meetings. ഓക്സിലറി വെർബ് ഏത്? പറയാമോ? വെന്റ് ഓക്സിലറി വെർബ് അല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ച കാര്യമാണ്. എന്താണ് വെന്റ് ഓക്സിലറി വെർബ് അല്ല. ഓക്കെ, വെന്റ് ഓക്സിലറി വെർബ് അല്ല. ഡിഡ് ഉണ്ടോ ഇവിടെ? ഡിഡ് പ്ലസ് ഗോ, ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ്. മനസ്സിലായല്ലേ? ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ്. അപ്പോ വെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഓക്സിലറി വെർബ് അല്ല. ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഓക്സിലറി വെർബ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചതായിരുന്നു ക്ലാസ്സിൽ. എന്താ? ഡൂവിന്റെ പല ഫോംസ് ആണ് എന്ത്? ഡു, ഡസ്, ഡിഡ്. ഡു എന്ന് പറയുന്ന പ്രൈമറി ഓക്സിലറി, ഡു എന്ന് പറയുന്ന പ്രൈമറി ഓക്സിലറിയുടെ ഫോംസ് ആണ് ഡു, ഡസ്, ഡിഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹി went somewhere in Delhi for his business meeting. ബിസിനസ് മീറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഒബ്ജക്റ്റ് ആണ്. ബിസിനസ് മീറ്റിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഒബ്ജക്റ്റ് ആണ്. സംവെയർ എവിടെയോ, സംവെയർ ആ ഒരു പ്ലേസ്, ആഡ്വർബ് ഓഫ് പ്ലേസ്, അതിനെ പറഞ്ഞിരിക്കുന്ന സംഭവമാണ് എന്ത്? സംവെയർ എന്ന വാക്ക്. ഓക്കെ, ആഡ്വർബ് ഓഫ് പ്ലേസ്, സംവെയർ എന്ന വാക്ക്. ഓക്കെ, അടുത്ത് put your guns down. ആ സെന്റൻസ് നോക്കിക്കേ. put your guns down. put your guns down എന്ന് പറയുമ്പോ ആ സെന്റൻസില്
നമ്മുടെ എന്താണ് പുട്ട് യുവർ ഗൺസ് ഡൗൺ. പുട്ട് എന്ന് പറയുന്നതാണ് എന്ത് വെർബ്. ഓക്കെ, പുട്ട് എന്ന് പറയുന്നതാണ് വെർബ്. ഇനി ഗൺസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. പുട്ട് യുവർ ഗൺസ് ഡൗൺ. ഡൗൺ ആണ് എന്ത് ആഡ്വർബ് ഓഫ് എ പ്ലേസ്. ഓക്കെ, ഡൗൺ ആണ് ആഡ്വർബ് ഓഫ് എ പ്ലേസ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞു തന്ന മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ പറഞ്ഞു തന്ന മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോടെ? പറഞ്ഞേ, പറയടേ. ഇതുവരെ പറഞ്ഞെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഓക്കെയാണ്, മനസ്സിലായി സാർ. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ആഡ്വർബ് ഓഫ് പ്ലേസ് കംപ്ലീറ്റ് നോക്കുക. എന്താണ്? You just want to speed everywhere. Right? You just want to speed everywhere. അങ്ങനെ നോക്കി ആ സെന്റൻസ് നോക്കിയേ. സ്പീഡ് ആണ് എന്ത് അവിടത്തെ എന്താണ്? സ്പീഡ് ആണ് എന്ത് അവിടത്തെ വെർബ്. യു ജസ്റ്റ് വാണ്ട് ടു സ്പീഡ് എവരിവെയർ. അവിടെ ഇവിടെയും കറങ്ങി നടക്കാൻ, അവിടെ ഇവിടെയും വേഗത്തിൽ കറങ്ങി നടക്കാനാണ്. അപ്പൊ സ്പീഡ് ആണ് അവിടത്തെ എന്ത് വെർബ്. എവരിവെയർ ആണ് അവിടത്തെ എന്ത് എവരിവെയർ ആണ് എന്ത് അവിടത്തെ ആഡ്വർബ്. എവരിവെയർ ആണ് എന്ത് അവിടത്തെ ആഡ്വർബ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഷിപ്പ് ഹെഡഡ് നോർത്ത് വാർഡ്സ്. ഷിപ്പ് എങ്ങോട്ട് പോയി? നോർത്തിലേക്ക് പോയി. ഷിപ്മെന്റ് ഹെഡഡ് നോർത്ത് വാർഡ്സ് ടു ദ ഇന്ത്യൻ ഓഷൻ. ഷിപ്പ് എങ്ങോട്ട് പോയി? എവിടെ പോയി? അപ്പോ എവിടെ പോയി എന്ന ചോദ്യം എന്താണ്? എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം, ആ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം വരുമ്പോഴാണ് എന്ത് നോർത്ത് വാർഡ്സ്. അതിന് ഉത്തരം കിട്ടി. സോ എവിടെ പോയി എന്ന ചോദ്യം അതിന് ഉത്തരം തരുന്ന വാക്കാണ് ഏത്? ആഡ്വർബ് ഓഫ് പ്ലേസ്. അടുത്തത് ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണ്. മനസ്സിലായില്ലേ? അടുത്തത് എന്താണ്? ആഡ്വർബ് ഓഫ് ഡിഗ്രി. ആഡ്വർബ് ഓഫ് ഡിഗ്രി നമ്മൾ കമ്പാരിസൺ പഠിച്ചു. പോസിറ്റീവ് കമ്പാരിസൺ, പോസിറ്റീവ് കമ്പാരറ്റീവ് സൂപ്പർലേറ്റീവ്. പോസിറ്റീവ് കമ്പാരറ്റീവ് സൂപ്പർലേറ്റീവ് നമ്മൾ എന്തായാലും ഓക്കെ. എന്ത് പറ്റി മഞ്ജുഷാക്ക? എന്താ പറഞ്ഞോളൂ, എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ മഞ്ജുഷ, എന്ത് പറ്റി? ഡൗട്ട് ഉണ്ടോ? പറയടേ. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി. ആഡ്വർബ്സ് എന്നൊരു പോർഷനിൽ നിന്ന് നമുക്ക് ഒരു മാർക്കേ കിട്ടുള്ളൂ, പക്ഷെ അത് കൃത്യമായിട്ട് പഠിക്കുക. മനസ്സിലല്ല? ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി. ആഡ്വർബ്സ് എന്താണ്? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഈ പഠിപ്പിച്ചിട്ട് പോയിട്ട് ഒരു ഗ്രൂപ്പിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടു. അതിനകത്ത് ഹി വെന്റ് ടു ദ മീറ്റിംഗ് ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺഡ് ടുമാറോ. അവിടെ ടൈമിന്റെ ആഡ്വർബാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന സംഭവം. ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺഡ് ടുമാറോ. അത് ടൈം എന്താണ്? ആഡ്വർബ് ഓഫ് ടൈം ആണ്. അത് ചോദിച്ചിട്ടുള്ള ഐറ്റം ആണ്. അപ്പൊ അതുകൊണ്ട് ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട, പക്ഷെ ആഡ്വർബ് എന്താണ് എന്നുള്ളതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ ആഡ്വർബ് ഓഫ് ഡിഗ്രി നമ്മള് പോസിറ്റീവ് കമ്പാരേറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി പറഞ്ഞു. പോസിറ്റീവ് കമ്പാരേറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി പറഞ്ഞു. അപ്പോ ആ ഒരു സംഗതികളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന വാക്കുകളാണ് ഇതിനകത്ത് എല്ലാം ഉള്ളത്. പോസിറ്റീവ് കമ്പാരേറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി പഠിച്ചായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന വാക്കുകളാണ് ഇതിനകത്ത് എല്ലാം ഉള്ളത്. ഇപ്പോ ഫെയർ, മോർ ഫെയർ, മോസ്റ്റ് ഫെയർ. ഫെയർ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ. ഇതിനകത്ത് ഫെയർ എന്ന് പറഞ്ഞൊരു വാക്ക് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ പോസിറ്റീവ് എടുക്കുക. എന്താണ് പോസിറ്റീവ് എടുക്കുമ്പോൾ ഫെയർ. ഇനി ഫെയറിന്റെ കമ്പാരേറ്റീവ് എടുക്കുമ്പോൾ മോർ ഫെയർ. അടുത്ത ഫെയറിന്റെ സൂപ്പർലേറ്റീവ് എടുക്കുമ്പോൾ മോസ്റ്റ് ഫെയർ. മനസ്സിലായില്ലേ? അപ്പോ ഈ ഓരോ വാക്കുകൾ നമ്മൾ എന്താണ് അഡ്ജക്റ്റീവ് ഓഫ് ഡിഗ്രി, ആഡ്വർബ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു സാധനത്തില് ഓരോ വാക്കുകളെയും നമുക്ക് പോസിറ്റീവ് കമ്പാരേറ്റീവ് സൂപ്പർലേറ്റീവ് എന്ന ഡിഗ്രി ആ ഒരു രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും. ഇനി ലെസ് നോക്കിക്കേ. ലെസർ, ലീസ്റ്റ്. ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി എഴുതാൻ പറ്റുന്ന വാക്കുകളാണ് എന്ത് നമ്മുടെ ആഡ്വർബ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ആഡ്വർബ് ഓഫ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ആഡ്വർബ് ഓഫ് ഡിഗ്രിയുടെ എക്സാമ്പിൾസ് നോക്കാം. ആഡ്വർബ് ഓഫ് ഡിഗ്രിയുടെ എക്സാമ്പിൾ സെന്റൻസ് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കി. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. എന്താണ്? ദിസ് ഈസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. അപ്പോ ദിസ് ഈസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ എന്ന വാക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടർഫുൾ എന്ന് പറയുന്ന സംഭവമാണ് അവിടുത്തെ എന്ത് വെർബ് അല്ലെ? വണ്ടർഫുൾ എന്ന് പറയുന്ന സംഭവമാണ് അവിടുത്തെ വെർബ്.
അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ആഡ്വർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത് ദ ബോക്സ് ഈസ് ആൾമോസ്റ്റ് എംപ്റ്റി. രണ്ടാമത്തെ സെന്റൻസ് ആണ് ദ ബോക്സ് ഈസ് ആൾമോസ്റ്റ് എംപ്റ്റി. ദ ബോക്സ് ഈസ് ആൾമോസ്റ്റ് എംപ്റ്റി. അവിടെ എംപ്റ്റി എന്ന് പറഞ്ഞാൽ എന്തില്ല, അതിൽ ഒന്നും തന്നെ ഇല്ല. എംപ്റ്റി എന്ന് പറഞ്ഞാല് ഒന്നും തന്നെ ഇല്ല. ആൾമോസ്റ്റ് എംപ്റ്റി എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എന്താണ്, എംപ്റ്റി ആണ്. ആൾമോസ്റ്റ് എംപ്റ്റി, ഏറെക്കുറെ എംപ്റ്റി ആണ്. അപ്പൊ ആ ബോക്സിന്റെ അവസ്ഥ എന്താണ്, ഡിഗ്രി എന്താണ് ആ ബോക്സിന്റെ അവസ്ഥ. അതാണ് എന്ത് ആഡ്വർബ് ഓഫ് ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ബോക്സിനകത്ത് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഏറെക്കുറെ ഒന്നും തന്നെ ഇല്ല. അപ്പോ ഈ ഡിഗ്രി, ആഡ്വർബ് ഓഫ് ഡിഗ്രിയുടെ ആ ഒരു കീവേഡ്, ആഡ്വർബ് ഓഫ് ഡിഗ്രിയുടെ കീവേഡ് ഹൗ മച്ച്. ആഡ്വർബ് ഓഫ് ഡിഗ്രിയുടെ കീവേഡ് ആണ് ഒന്നുകിൽ ഹൗ മച്ച് അല്ലെങ്കിൽ ടു വാട്ട് ഡിഗ്രി. ആഡ്വർബ് ഓഫ് ഡിഗ്രിയുടെ കീവേഡ് ആണ് ഹൗ മച്ച് അല്ലെങ്കിൽ ടു വാട്ട് ഡിഗ്രി. അതാണ് ആഡ്വർബ് ഓഫ് ഡിഗ്രിയുടെ കീവേഡ്. ഓക്കെ, ഇനി ദ സ്കൈ വാസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. ദി സ്കൈ വാസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. സ്കൈ വാസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. അവിടെ ആ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണ്. അത് കംപ്ലീറ്റ്ലി എന്തായിരുന്നു, ഡാർക്ക് ആയിരുന്നു. ദ സ്കൈ വാസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. ഡാർക്ക് എന്ന് പറയുന്നത് അതിന്റെ ഒരു അവസ്ഥയാണ്. ആ ആകാശം കറുത്ത നിറത്തിലായിരുന്നു. പൂർണ്ണമായും മുഴുവനായും കറുത്ത നിറത്തിലായിരുന്നു. ആ മുഴുവനായും എന്ന വാക്ക് അതാണ് അവിടുത്തെ എന്ത്, ഡിഗ്രി ഓഫ് ആഡ്വർബ്. ഓക്കെ, ആഡ്വർബ് ഓഫ് ഡിഗ്രി. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇന്ററോഗേറ്റീവ് ആഡ്വർബ് ആണ്. ഇന്ററോഗേറ്റീവ് ആഡ്വർബ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല ഈ ഇന്ററോഗേറ്റീവ് ആഡ്വർബില്. ഇന്ററോഗേറ്റീവ് ആഡ്വർബ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കംപ്ലീറ്റ് എന്താണ്, ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്ററോഗേറ്റീവ് ആഡ്വർബ്. ഇത് പി എസ് സിക്ക് അത് വരാൻ ചാൻസ് കുറവാണ്. പി എസ് സിക്ക് ഇങ്ങനെ ചോദ്യങ്ങളൊന്നും വരില്ല. ഇന്ററോഗേറ്റീവ് ആഡ്വർബ് എന്ന് പറയുന്ന പോർഷൻ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം തീരെ താല്പര്യം അല്ല, പി എസ് സിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ് ഇന്ററോഗേറ്റീവ് ആഡ്വർബ്. അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇന്ററോഗേറ്റീവ് വേർഡ്സ് എന്താണ്, ഇന്ററോഗേറ്റീവ് വേർഡ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് വേർഡ്സ്, ഇന്ററോഗേറ്റീവ് വേർഡ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മുടെ എന്താണ് ഇന്ററോഗേറ്റീവ് ആഡ്വർബ്സിനകത്ത് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രം സൗണ്ട് ഇടാം ചോദിച്ചു. ഓക്കെ, അപ്പോ ഇന്ററോഗേറ്റീവ് ആഡ്വർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഇന്ററോഗേഷൻ ക്വസ്റ്റ്യൻസ് മാത്രമേ വരും. എന്ത് പറ്റി പറഞ്ഞോളൂ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ആണല്ലേ, നെറ്റ് സ്പീഡ് ഉണ്ട്. പിന്നെ എന്ത് പറ്റി, ഇപ്പൊ ഓക്കെയാണ്, കുറച്ചുണ്ട്. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, മഴ തുടങ്ങി അതുകൊണ്ടാണ് കേട്ടോ, മഴ തുടങ്ങി ഇവിടെ, അതുകൊണ്ടാണ് വോയിസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും. മഴയത്ത് നെറ്റ് സ്ലോ ആണ്. അപ്പൊ മഴ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. പറയാം. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താ, ഇന്ററോഗേറ്റീവ് ആഡ്വർബ്. ഡിഗ്രി ഓഫ് ഇന്ററോഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് പി എസ് സിക്ക് എന്തായാലും പി എസ് സിക്ക് ചോദിക്കില്ല. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിടത്തും ഇതുവരെ പി എസ് സിയിൽ കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എങ്കിലും ആ ക്വസ്റ്റ്യനിങ് വേർഡ്സ് മാത്രമാണ് ഈ ഡിഗ്രി ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് ആഡ്വർബ് ഓഫ് ക്വസ്റ്റ്യൻ, ആഡ്വർബ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് ആഡ്വർബ് എന്നൊക്കെ ചോദിച്ചാല് ആ ക്വസ്റ്റ്യനിങ് വേർഡ്സ് മാത്രമാണ് എന്ന് അങ്ങ് പഠിച്ചു വെച്ചാൽ മാത്രം മതി. മനസ്സിലല്ല, ആ ക്വസ്റ്റ്യനിങ് വേർഡ്സ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ഓക്കെ അല്ലേ? പറഞ്ഞേടേ, ഇതുവരെ പറഞ്ഞ കംപ്ലീറ്റ് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോണം. ഓക്കെ, ഒരു മിനിറ്റ്. അടുത്തത് പോൾ ഇട്ടുതരാം. ഓക്കെ, നമ്മൾ ഈ ഐറ്റത്തിന്റെ കംപ്ലീറ്റ് പോൾ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. 5-6 ക്വസ്റ്റ്യൻ റെഡിയാക്കിയിട്ടുണ്ട്. നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ഇത്? പറഞ്ഞോളൂ. ഓക്കെ, ഓരോരുത്തരായിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഷീ സ്പീക്സ്. ഇത് എന്താണ്? ഷീ അവിടുത്തെ സബ്ജക്റ്റ് ആണ്, സ്പീക്സ് അവിടുത്തെ എന്താണ്? വെർബാണ്. അപ്പൊ പിന്നെ ബാക്കി ഇതിനകത്ത് ആഡ്വർബ് ഏതെന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഇതിനകത്ത് നിന്ന് ആഡ്വർബ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഷീ സ്പീക്സ് ഡാഷ്
ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാം കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒരു സെക്കൻഡ്. സുചിത്ര, ഇതിന്റെ ഉത്തരം പറയാമോ? സുചിത്ര, ഷീ സ്പീക്സ് ഡാഷ്, ഇതിന്റെ ഉത്തരം. ലൗഡ്ലി. ലൗഡ്ലി ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഓക്കെ ആണ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, കറക്റ്റ് ആണ്. ഒരു മിനിറ്റ്, ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി, ഷീ സ്പീക്സ് ലൗഡ്ലി. ഓക്കെ, ഷീ സ്പീക്സ് ലൗഡ്ലി. അടുത്തത്, ദ ക്യാറ്റ് ക്ലൈംഡ് ദ ട്രീ. ഞാൻ ഓപ്ഷൻ വായിക്കാം. ദ ക്യാറ്റ് ക്ലൈംഡ് ദ ട്രീ. ഈസി ഉണ്ട്, ഈസിയർ ഉണ്ട്, എഫേർട്ട്ലി ഉണ്ട്, എഫേർട്ട്ലെസ്ലി ഉണ്ട്. എഫേർട്ട്ലി ഉണ്ട്, എഫേർട്ട്ലെസ്ലി ഉണ്ട്. ഇത് മഞ്ജുഷ, ഇതിന്റെ ഉത്തരം ഒന്ന് പറയാമോ? മഞ്ജുഷ പോയോ? അതാണ് നമുക്ക് ഇവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, ആഡ് വെർബ് എന്താണ് എന്ന് പഠിക്കുക മാത്രമല്ല വേണ്ടത്, നല്ലൊരു ശതമാനത്തോളം എന്ത് പറയണം, ഈ സംഭവങ്ങളുടെ മീനിങ് കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മനസ്സിലായില്ലേ? മീനിങ് കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോ എഫേർട്ട്ലി എന്ന് പറഞ്ഞാല് വളരെയധികം ഉദ്യമത്തോടെ, എഫേർട്ട്ലി എന്ന് പറഞ്ഞാൽ വളരെയധികം ഉദ്യമം അല്ലെങ്കിൽ വളരെയധികം പരിശ്രമിച്ചാണ് ആ ക്യാറ്റ് എന്ത് ചെയ്തത്, മുകളിലേക്ക് കയറിയത്. പക്ഷെ ശരിക്കും ആ സെന്റൻസിന്റെ അർത്ഥം, ആ ക്യാറ്റ് എന്ത് ചെയ്തില്ല, പരിശ്രമിക്കാതെ വളരെ ഈസി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എഫേർട്ടും ഇല്ലാതെയാണ് ആ ക്യാറ്റ് എന്ത് ചെയ്ത് മുകളിലേക്ക് കയറിയത്. ഒരു എഫേർട്ടും ഇല്ലാതെയാണ് ആ ക്യാറ്റ് മുകളിലേക്ക് കയറിയത്. അതാണ് ഇതിന്റെ കറക്റ്റ് മീനിങ്. ദ ക്യാറ്റ് ക്ലൈംഡ് ദ ട്രീ എഫേർട്ട്ലെസ്ലി. പൂച്ച മരത്തിൽ കയറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പൂച്ച മരത്തിൽ കയറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മള് മനുഷ്യര് മരത്തിൽ കയറാനാണെങ്കിൽ നമ്മുടെ എന്താ കാലില് മറ്റേ സംഭവമൊക്കെ കെട്ടിവെച്ച് അതും കൊണ്ട് വലിഞ്ഞു കയറി അങ്ങനെയൊക്കെയാ മരത്തിൽ കയറുന്നത്. പക്ഷെ ഈ പൂച്ച എന്ന് പറഞ്ഞ സാധനം മരത്തിൽ കയറുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഈ പൂച്ചയ്ക്ക് മരത്തിൽ കയറാൻ. മനസ്സിലായില്ലേ? അപ്പോ ദ ക്യാറ്റ് ക്ലൈംഡ് എഫേർട്ട്ലെസ്ലി. ദ ക്യാറ്റ് ക്ലൈംഡ് എഫേർട്ട്ലെസ്ലി. അതാണ് കറക്റ്റ് ഉത്തരം. മനസ്സിലായില്ലേ? ദ ക്യാറ്റ് ക്ലൈംഡ് എഫേർട്ട്ലെസ്ലി. ഓക്കെ, നോക്കിയേ, ദ ക്യാറ്റ് ക്ലൈംഡ് ദ ട്രീ എഫേർട്ട്ലെസ്ലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത്, ഷീ ഡിഡ് ഹർ വർക്ക് ഡാഷ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു തരാം, എന്നിട്ട് പറഞ്ഞാൽ അതിന്റെ ഉത്തരം. ഷീ ഡിഡ് ഹർ വർക്ക് ഡാഷ് ഏബ്ലി, ബെറ്റർലി, സ്ട്രോങ്ലി, എഫിഷ്യന്റ്ലി. ഇതിനകത്ത് എല്ലാം വന്നിരിക്കുന്നത് എന്താണ്? അഡ്ജക്റ്റീവ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷീ ഡിഡ് ഹർ വർക്ക് ഏബ്ലി, ബെറ്റർലി, സ്ട്രോങ്ലി, എഫിഷ്യന്റ്ലി. ഒരു മിനിറ്റ്, ഇത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഇല്ല, ഇത് നിങ്ങൾ ആരെങ്കിലും ആൻസർ ആതിര പറയൂ. ഇതിന്റെ ആൻസർ ഒന്ന് പറയൂ. ആതിര പറഞ്ഞേ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഷീ ഡിഡ് ഹർ വർക്ക് എഫിഷ്യന്റ്ലി. ഷീ ഡിഡ് ഹർ വർക്ക് എഫിഷ്യന്റ്ലി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഷീ ഡിഡ് ഹർ വർക്ക് എഫിഷ്യന്റ്ലി. ഷീ ഡിഡ് ഹർ വർക്ക് എഫിഷ്യന്റ്ലി. അപ്പൊ അവളുടെ ജോലി കഴിവുറ്റതായി ചെയ്തു തീർത്തു. ഷീ ഡിഡ് ഹർ വർക്ക്. അവളെ ഡിഡ് ആണ്. എന്താണ് ഡിഡ് എന്ന് പറഞ്ഞാൽ? ചെയ്തു തീർത്തു. ഓക്കെ, അവളുടെ ജോലി വളരെ കഴിവുറ്റതായി ചെയ്തു തീർത്തു. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചാണ് ആൻസർ മാർക്ക് ചെയ്യേണ്ടത്. ദി സ്പീച്ച് വാസ് ഡാഷ് വേർഡഡ്. ആ ഒരു സെന്റൻസിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. സ്പീച്ചിലെ വാക്കുകൾ കൃത്യമായി എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അതിനകത്ത് അറേഞ്ച് ചെയ്തിരുന്നു. ഓക്കെ, ആ പ്രസംഗത്തിലെ വാക്കുകൾ കൃത്യമായി അതിനകത്ത് അറേഞ്ച് ചെയ്തിരുന്നു. അതാണ് അതിനകത്തുള്ള ആ ഒരു മീനിങ്. അപ്പോ ജുഡീഷ്യലി, ജുഡീഷ്യറി, ജുഡിക്കേറ്റീവ്, ജുഡീഷ്യസ്ലി. അപ്പൊ ജുഡീഷ്യറി ആദ്യത്തെ രണ്ട് വാക്കുകൾ, അല്ല ഞാൻ പറയാം. ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇതിന്റെ ഉത്തരം ആരെങ്കിലും ഒരാൾ പറഞ്ഞേടേ. ആരെങ്കിലും ഒരാൾ പറഞ്ഞു പറയടേ. ഫോർത്ത് വൺ ആണോ സാറേ? ഫോർത്ത് വൺ ആണോ? ഉറപ്പിക്കാമോ? ഫോർത്ത് വൺ ഉറപ്പിക്കാമോ? The speech was worded. The speech was judiciously worded. The speech was judiciously worded. Correct ആണ്. Okay, speech was judiciously worded. Correct ആണ്. Judicially, judiciary എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ
ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ലോ, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ലോ ആണ്. ഇനി ജുഡീഷ്യലി എന്ന് പറഞ്ഞാലും ലോയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ജുഡിക്കേറ്റീവ് എന്ന് പറഞ്ഞാലും അഡ്മിനിസ്ട്രേഷൻ ബൈ ദ ലോ ആണ് എന്ത്, ജുഡിക്കേറ്റീവ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ജുഡീഷ്യലിയും ജുഡീഷ്യസ്ലിയുമാണ്. അപ്പോ ഈ അഡ്ജക്റ്റീവ് ആഡ് വെർബ് എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ അതിന്റെ വേർഡ് മീനിങ് കൂടെ കുറച്ച് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, എങ്കിലേ അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉള്ളൂ. എന്തായാലും 1 മാർക്ക് വീഴുന്ന ടോപ്പിക്കാണ്, അതുകൊണ്ട് കളയാൻ പാടില്ല. ഓക്കെ, അടുത്ത സെന്റൻസ്, സീത കഫ്ഡ് ഡാഷ് ഇൻ ദ ക്ലാസ് റൂം. ഇത് എളുപ്പം പറയാൻ പറ്റും, എല്ലാരും പറഞ്ഞോ, കുഴപ്പമില്ല. ഏതാ ഉത്തരം പറയടേ? ലൗഡ്ലി. ഓക്കെ, സീത കഫ്ഡ് ലൗഡ്ലി ഇൻ ദ ക്ലാസ് റൂം. അവൾ എന്ത് ചെയ്തു? ലൗഡ്ലി, വളരെ ഉച്ചത്തിൽ എന്ത് ചെയ്തു? ചുമച്ചു. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത ചോദ്യം, അടുത്തത് PSC ഈ രീതി ചോദിക്കൂല. ഓക്കെ, PSC എന്ത് ചെയ്യില്ല, ഈ രീതി ചോദിക്കൂല. ഇതുവരെ 5 പോൾ നമ്മൾ നോക്കി, ആ രീതിയിലെ PSC ചോദിക്കുള്ളൂ. ഇത് കുറെ കൂടെ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇട്ട പോളാണ്. ഓക്കെ, ഫൈൻഡ് ദ ആഡ് വെർബ്. താഴെ തന്നിരിക്കുന്നവയിൽ ആഡ് വെർബ് ഏതെന്ന് നോക്കുക. ദ വെദർ ഈസ് യൂഷ്വലി ഹോട്ട് ഇൻ മാർച്ച്. ഓക്കെ, ദ വെദർ ഈസ് യൂഷ്വലി ഹോട്ട് ഇൻ മാർച്ച്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ആഡ് വെർബ് ഏതാണ്? ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കാം, ആരോടെങ്കിലും ചോദിക്കാം കേട്ടോ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ബിൻസി ഇതിന്റെ ഉത്തരം പറയാമോ? ബിൻസി ഇതിന്റെ ഉത്തരം പറയാമോ? യൂഷ്വലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അഡ്ജക്റ്റീവ്, ആഡ് വെർബ് യൂഷ്വലി ആണ്. അഡ്ജക്റ്റീവ് ഏതാണെന്ന് പറയാമോ? അഡ്ജക്റ്റീവ് പറയാമോ? ബിൻസി ഇതിനകത്തുള്ള അഡ്ജക്റ്റീവ് ഏതാണെന്ന് പറയാമോ? കറക്റ്റ് ആണ്, ഹോട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ വെദർ എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ നൗണ്. ഓക്കെ, വെദർ എന്ന സംഗതിയാണ് ഇവിടുത്തെ നൗണ്. ആ നൗണിന്റെ സംഭവത്തെ, ആ മാർച്ചിലെ നൗണിന്റെ സംഭവത്തെ വിശേഷിപ്പിക്കാൻ, ആ വെദറിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ഹോട്ട്. അതാണ് അഡ്ജക്റ്റീവ്, നാമവിശേഷണം. അഡ്ജക്റ്റീവ്, നാമവിശേഷണം. നമുക്കിപ്പോ ഇവിടെ ചോദിച്ച ചോദ്യം ഫൈൻഡ് ദ ആഡ് വെർബ്. ആഡ് വെർബ് ഏതെന്നാണ് ചോദിച്ചത്. ആഡ് വെർബ് ഏതെന്ന് ചോദിച്ചാല് എന്താണ്? യൂഷ്വലി. അവിടെ സാധാരണമായി, ആ മാർച്ചില് സാധാരണമായി ചൂട് കൂടുതലാണ്, യൂഷ്വലി. ഓക്കെ, അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ആഡ് വെർബ്. റീസെന്റ്ലി ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. റീസെന്റ്ലി ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. ഇതിൽ ആഡ് വെർബ് ഏതാ? പറഞ്ഞേടേ, ഇതിൽ ആഡ് വെർബ് ഏതാ? റീസെന്റ്ലി തന്നെയാണ്, റീസെന്റ്ലി കറക്റ്റ് ആണ്. റീസെന്റ്ലി ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. റീസെന്റ്ലി ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഓക്സിലറി വെർബ് ഏതാണ്? ഇതിലെ ഓക്സിലറി വെർബ് കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അടുത്ത്, ഈ ഹാവ് എന്ന് പറഞ്ഞാൽ അത് മോഡൽ ഓക്സിലറി ആണോ പ്രൈമറി ഓക്സിലറി ആണോ? പറഞ്ഞേ. ഹാവ് എന്ന് പറഞ്ഞാൽ അത് മോഡൽ ഓക്സിലറി ആണോ പ്രൈമറി ഓക്സിലറി ആണോ? പറഞ്ഞേ, പറയടേ. എല്ലാരും പോയ? പ്രൈമറി ഓക്സിലറി. അതെ, പ്രൈമറി ഓക്സിലറി. പ്രൈമറി ഓക്സിലറി എന്ന ഉത്തരമാണ് ശരി. പ്രൈമറി ഓക്സിലറി എന്ന ഉത്തരമാണ് ശരി. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് മോഡൽ ഓക്സിലറി. മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാല് മൊഡാലിറ്റി, പെരുമാറ്റ ചട്ടങ്ങൾ, പെരുമാറ്റങ്ങളെയും ആചാരങ്ങളെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് മോഡൽ ഓക്സിലറീസ്. പെരുമാറ്റങ്ങളെയും ആചാരങ്ങളെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് മോഡൽ ഓക്സിലറീസ്. ഓക്കെ, അത് ഏതൊക്കെയാ? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, ഓട്ട്, നീഡ്, ഡെയർ. അങ്ങനെ വരുന്ന ഐറ്റങ്ങളാണ് എന്ത്? മോഡൽ ഓക്സിലറി. നമുക്ക് പ്രൈമറി ഓക്സിലറിയിൽ ഏതൊക്കെയേ ഉള്ളൂ? ബി, ഹാവ്, ഡു. ബി, ഹാവ്, ഡു, അതിന്റെ ആ ഡിഫറെന്റ് ഫോംസ് അത്ര മാത്രമേ പ്രൈമറി ഓക്സിലറിയിൽ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ആഡ് വെർബ്. ഷീ ലുക്ക്ഡ് എവരിവെയർ. പറഞ്ഞേടെ, പറയാമോ ഇതിന്റെ ആഡ് വെർബ് ഏതാണെന്ന്? എവരിവെയർ. കറക്റ്റ് ആണ്, എവരിവെയർ ആണ്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, ഷീ ലുക്ക്ഡ് എവരിവെയർ. ഈ എവരിവെയർ എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞു, ഇത് എവരിവെയർ ആഡ് വെർബ് ഓഫ് ഏതാണിത്? എവരിവെയർ ആഡ് വെർബ് ഓഫ് എന്താണ്? ഓക്കെ, വെരി ഗുഡ്. ഷീ ലുക്ക്ഡ് എവരിവെയർ, അത് ആഡ് വെർബ് ഓഫ് പ്ലേസ് ആണ്. ഓക്കെ, ഷീ ലുക്ക്ഡ് എവരിവെയർ ആഡ് വെർബ് ഓഫ് പ്ലേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ്,
ഓക്കെ, തിരിച്ചു വരാം. ഓക്കെ, ആഡർ ഓഫ് പ്ലേസ്. ഓക്കെ, ഒരു മിനിറ്റ്. ആഡർ ഓഫ് പ്ലേസ്. അടുത്ത്, ഇറ്റ് വാസ് ഡാഷ് കോൾഡ് യെസ്റ്റർഡേ. ഇറ്റ് വാസ് ഡാഷ് കോൾഡ് യെസ്റ്റർഡേ. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാടെ പറഞ്ഞേ? ഓപ്ഷൻ സി, ടെറിബ്ലി. സി ആണ് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഇറ്റ് വാസ് ടെറിബ്ലി കോൾഡ് യെസ്റ്റർഡേ. ഓക്കെ, ഇറ്റ് വാസ് ടെറിബ്ലി കോൾഡ് യെസ്റ്റർഡേ. കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മൾ ഈ ഒരു സംഭവം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റൂ. നമ്മളിപ്പോ ഒരാൾക്ക് PSC റാങ്ക് ലിസ്റ്റ് വന്ന് നമ്മൾ വളരെയധികം സന്തോഷത്തോടുകൂടി അയാൾക്ക് വിഷ് ചെയ്യും. എന്താ പറയണേ? ഹി ഹാർട്ട്ലി, നമ്മൾ എന്താ അവര് പറയുന്നത് എങ്ങനെയായിരിക്കും? ഐ കൺഗ്രാജുലേറ്റഡ് യു ഓൺ ഹോൾ ഹാർട്ടഡ്. ഐ കൺഗ്രാജുലേറ്റഡ് യു ഹോൾ ഹാർട്ടഡ്ലി എന്നൊക്കെയാണ് പറഞ്ഞു കളയുന്നത്. മനസ്സിലായില്ലേ? ഇന്നാള് ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതുപോലെ ഒരാൾക്ക് ജോലി കിട്ടി, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ചെയ്യുന്നു, ഐ കൺഗ്രാജുലേറ്റ് യു ഹോൾ ഹാർട്ടഡ്ലി. ഹോൾ ഹാർട്ടഡ്ലി എന്നാണ് അവര് കമന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഹോൾ ഹാർട്ടഡ്ലി എന്ന് പറയുന്ന സംഭവം തെറ്റാണ്. ഹാർട്ടഡ്ലി എന്ന് പറയുന്ന സംഭവം തെറ്റാണ്. അപ്പോ ഈ ഒരു എക്സാമ്പിള് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഹാർട്ടഡ്ലി എന്ന് ഒരിടത്തും യൂസ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഹാർട്ടഡ്ലി എന്ന് ഒരിടത്തും യൂസ് ചെയ്യില്ല. ഇനി അപ്പൊ ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? പറഞ്ഞേടെ. സി ആണ് ഹാർട്ട്ലി. ദേ ലാഫ്ഡ് ഹാർട്ട്ലി അറ്റ് ദ ജോക്ക്. ദേ ലാഫ്ഡ് ഹാർട്ട്ലി അറ്റ് ദ ജോക്ക്. ഓക്കെ, ദേ ലാഫ്ഡ് ഹാർട്ട്ലി അറ്റ് ദ ജോക്ക്. ഇതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോ നമ്മൾ ആ എക്സാമ്പിൾ ഒക്കെ നോക്കി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ഒരു ഐറ്റം ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കാനുള്ള ഒരു ഐറ്റം ഉണ്ട്. ഒരു സെക്കൻഡ്. പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്. അടുത്ത് നോക്കാനുള്ള ഐറ്റം ആണ് എന്ത്? പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് ദ അഡ്ജക്റ്റീവ്. ഓക്കെ, പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് ദ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ഐറ്റം ആണ് നോക്കാനുള്ളത്. നമുക്കത് പഠിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞേടെ. പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് ദ അഡ്ജക്റ്റീവ്. അപ്പൊ ഈ പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് ദ അഡ്ജക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ്. ഈ നമ്മളെ പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് ദ അഡ്ജക്റ്റീവ് പഠിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, പിന്നെ ഈ അഡ്ജക്റ്റീവിന്റെ ആഡ്വർബിന്റെ തന്നെ പല എന്താ പറയുക ഒന്നിലധികം സംഭവം ഒരു സെന്റൻസിൽ വരും. അപ്പൊ അതിന്റെയൊക്കെ അറേഞ്ച്മെന്റ് പഠിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇത് ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് പഠിക്കാൻ. അത് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആണ്. ആ ടൈപ്പിൽ നിന്ന് PSC ചോദ്യങ്ങൾ തരും. അപ്പൊ അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഇത് എന്ത് ചെയ്യാം? പൊസിഷൻ ഓഫ് ദ അഡ്വർബ്സ്, പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് ദ അഡ്വർബ്സ് നമുക്ക് കൃത്യമായിട്ടൊന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം. അപ്പൊ ഞാൻ ആരോടെങ്കിലും ചോദിക്കാം അല്ലെ? ഇതിനകത്ത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? ആതിര പറയാമോ? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആതിര ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാമോ? ഓക്കെ, ഹാനി ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാമോടെ? ആ സർ, ട്രാൻസിറ്റീവ് വെർബിലെ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ട്രാൻസിറ്റീവ് വെർബിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. എന്തിനെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, വെരി ഗുഡ്. ട്രാൻസിറ്റീവ് വെർബിൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അപ്പൊ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്ന ഐറ്റങ്ങളാണ് എന്ത്? ട്രാൻസിറ്റീവ് വെർബ്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസിറ്റീവ് വെർബ് നോക്കാം. ഓക്കെ, സോ ട്രാൻസിറ്റീവ് വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന സാധനങ്ങളാണ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്തിനാന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ്. സകർമക ക്രിയകളാണ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാല് സകർമക ക്രിയകളാണ്. അതാണ് ട്രാൻസിറ്റീവ്. ഒബ്ജക്റ്റ് ഉണ്ടാവും അല്ലെ? ആ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ടാവില്ല? ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റ് ഉണ്ടാവാറില്ല. അതാണ് എന്ത്? ഇൻട്രാൻസിറ്റീവ് വെർബ് അല്ലെങ്കിൽ അകർമക ക്രിയകൾ. അപ്പൊ ഇവിടെ ആ ഇൻട്രാൻസിറ്റീവ് എന്ന് പറയുന്ന സംഭവത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് ഈസി ടു നോ വെയർ ടു പുട്ട് ദ ആഡ്വർബ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ ആഡ്വർബ് എവിടെ യൂസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വൈൽ യൂസിങ് ആഡ്വർബ്സ് വി ഹാവ് ടു പ്ലേസ് ഇറ്റ് ആസ് ക്ലോസ്
പോസിബിൾ ടു ദ വെർബ് ദേ ഡിസ്ക്രൈബ്. നമ്മൾ എപ്പോഴും ആഡ് വെർബ് ഉപയോഗിക്കുന്ന അവസരത്തിൽ ഏത് വെർബിനെയാണോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഏത് വെർബിനെയാണോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആ വെർബിനോട് അടുപ്പിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് വെർബ് യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇഫ് ദ വെർബ് ഈസ് ഇൻട്രാൻസിറ്റീവ്, വെർബ് എന്ന് പറയുന്ന സംഭവം വെർബ് ഇൻട്രാൻസിറ്റീവ് ആണെങ്കിൽ ദ ആഡ് വെർബ് ഷുഡ് ബി പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ വെർബ്. വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ്, അതായത് ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബാണെങ്കിൽ, വെർബ് ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബാണെങ്കിൽ ആ വെർബിന്റെ തൊട്ട് എന്താണ്, ആ വെർബിന് തൊട്ട് അടുത്ത് റൈറ്റ് സൈഡിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ വെർബ്, ആ വെർബിന് ശേഷം അല്ലെങ്കിൽ ആ വെർബിന് റൈറ്റ് സൈഡില് അല്ലെങ്കിൽ ആ വെർബിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ആഡ് വെർബ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എക്സാമ്പിള് ആ സെന്റൻസ് ഞാൻ വായിക്കാം. ദ ഗേൾ സ്പീക്സ് ഫ്ലുവന്റ്ലി. അപ്പൊ അവിടെ ദ ഗേൾ സ്പീക്സ് എന്ന് മാത്രം കൺസിഡർ ചെയ്തേ. ദ ഗേള് സ്പീക്സ് അത്രയും മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? ഗേൾ സ്പീക്സ്. അവിടെ ഗേൾ സ്പീക്സ് ഹിന്ദി എന്നോ അല്ലെങ്കിൽ ഗേൾ സ്പീക്സ് മലയാളം എന്നോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ മലയാളമെന്നോ ഹിന്ദി എന്നോ എന്തൊക്കെയോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് എന്താ പറയാം? ട്രാൻസിറ്റീവ് എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്തില്ല? ട്രാൻസിറ്റീവ് ഇല്ല. ഇവിടെ എന്തില്ല? ട്രാൻസിറ്റീവ് ഇല്ല. സോ ഗേൾ സ്പീക്സ് ഫ്ലുവന്റ്ലി. ഫ്ലുവന്റ്ലി എന്ന് പറയുന്നത് ആ ഗേൾ സംസാരിക്കുന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. വളരെ ഫ്ലുവന്റ്ലി, ഭാഷാ നൈപുണ്യത്തോടു കൂടി അവൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത വാക്ക് ജെയിംസ് കെയിം ലേറ്റ്. ജെയിംസ് കെയിം ലേറ്റ്. ജെയിംസ് എന്ത് ചെയ്തു? താമസിച്ചു വന്നു. ജെയിംസ് കെയിം ലേറ്റ്. ജെയിംസ് എന്ത് ചെയ്തു? താമസിച്ചാണ് വന്നത്. ഓക്കെ, ജെയിംസ് കെയിം ലേറ്റ്. ജെയിംസ് എന്ത് ചെയ്തു? താമസിച്ചു വന്നു. സോ ജെയിംസ് കെയിം ടു ദ ഓഫീസ്. ജെയിംസ് കെയിം ടു ദ ഓഫീസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെന്താണ്? ഒരു ട്രാൻസിറ്റീവ് വെർബാണ്, ഒബ്ജക്റ്റ് ഉള്ള സെന്റൻസ് ആണ്. പക്ഷെ ഇവിടെ എന്തില്ല? ഓഫീസ് എന്നോ അല്ലെങ്കിൽ എവിടെയാണ് വന്നതെന്നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഇൻട്രാൻസിറ്റീവ് ആണ്. അവിടെ വെർബല്ല, ഒബ്ജക്റ്റ് ഇല്ല, ഇൻട്രാൻസിറ്റീവ് ആണ്. സോ ജെയിംസ് കെയിം ലേറ്റ്. അവൻ താമസിച്ചു വന്നു. വന്നതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വാക്കായ ലേറ്റ് എന്ത് ചെയ്തു? അതിന്റെ നെക്സ്റ്റ്, ആഫ്റ്റർ, അതിനുശേഷം ഉപയോഗിച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് when the verb takes an object just after it. ഒരു വെർബ് ഒരു ഒബ്ജക്റ്റ് കൂടെ എടുക്കുമ്പോൾ, അതായത് ട്രാൻസിറ്റീവ് ആവുമ്പോൾ we should place the adverb immediately after the object. വെർബ് ട്രാൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒബ്ജക്റ്റിന് തൊട്ടടുത്ത് തന്നെ. ഓക്കെ, ശ്രദ്ധിക്കുക, ആ വാക്ക് ശ്രദ്ധിക്കുക. ആ ഒബ്ജക്റ്റിന് തൊട്ടടുത്ത് തന്നെ എന്തിനെ വെക്കണം? ഈ എന്താണ്? ആഡ് വെർബിനെ വെക്കണം. അതിന്റെ എക്സാമ്പിള് ദ ലേബറേഴ്സ് ഡിഡ് ദെയർ ഡ്യൂട്ടി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആ ട്രാൻസിറ്റീവ് വെർബാക്കി ഞാൻ വായിച്ചു തരാം. ദ ലേബറേഴ്സ് ഡിഡ് ദെയർ ഡ്യൂട്ടി സാറ്റിസ്ഫാക്ടറിലി. അപ്പൊ ആ ലേബറേഴ്സ് അവരുടെ ഡ്യൂട്ടി ചെയ്തു. എങ്ങനെ ചെയ്തു? സാറ്റിസ്ഫാക്ടറിലി. അപ്പൊ ഇവിടെ ഡ്യൂട്ടി, ദെയർ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, ദെയർ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന് തൊട്ട് ശേഷമാണ് എന്ത് വെച്ചിരിക്കുന്നത്? സാറ്റിസ്ഫാക്ടറിലി എന്ന് പറയുന്ന ആഡ് വെർബ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ് ഷീ പ്രസന്റഡ് ദ സ്പീച്ച് ബോൾഡ്ലി. അപ്പോ അവിടുത്തെ വെർബ് എന്താണ്? പ്രസന്റഡ് ആണ്. സ്പീച്ച് ആണ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന് തൊട്ട് ശേഷമാണ് എന്ത് വെച്ചിരിക്കുന്നത്? ബോൾഡ്ലി എന്ന് പറയുന്ന ആഡ് വെർബ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആഡ് വെർബ് വരുന്ന സംഗതികളൊക്കെ പഠിക്കണം. നമുക്ക് ഈ എന്താണ്? ഇന്ററോഗേറ്റീവ് ആഡ് വെർബ് മാത്രമാണ് ഫസ്റ്റിൽ വരുന്ന ഇന്ററോഗേറ്റീവ് ആഡ് വെർബ്. സംഭവം എല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നത് അതൊക്കെയാണ് എന്ത് വരുന്നത്? ഫസ്റ്റിൽ തന്നെ വരും. മനസ്സിലായോ? ഇന്ററോഗേറ്റീവ് ആഡ് വെർബ്, അതിന്റെ ആഡ് വെർബ് എല്ലാം ഫസ്റ്റിൽ തന്നെ വരും. അതും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഇനി ആഡ് വെർബ്സ് ഓഫ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു ആഡ് വെർബ്സ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ആൾവേസ്, നൗ, ദെൻ, സഡൻലി, ദെൻ, ഓഫൺ, സെൽഡം, അങ്ങനെ വരുന്ന ആനുവലി, മന്ത്ലി, വീക്ക്ലി, ഫോർട്ട്നൈറ്റ്, അങ്ങനെ വരുന്ന എല്ലാം ആഡ് വെർബ്സ് ഓഫ് ടൈം ആണ്. ആഡ് വെർബ്സ് ഓഫ് ടൈം ആർ പ്ലേസ്ഡ് ബിഫോർ ദ വെർബ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. മനസ്സിലായില്ലേ? ആഡ് വെർബ്സ് ഓഫ് ടൈം എന്താണ്? ആഡ് വെർബ്സ് ഓഫ് ടൈം. ഈ ആഡ് വെർബ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞ സാധനം എപ്പോഴും എന്താണ്? വെർബിന് തൊട്ട് മുന്നിൽ. ആഡ് വെർബ്സ് ഓഫ് ടൈം എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്താണ്? വെർബിന് തൊട്ട് മുന്നിലാണ് വെക്കുന്നത്.
ഇതാണ് ഇതിനകത്തൊരു എക്സെപ്ഷണൽ കേസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് കേസ് പഠിക്കുക. The adverbs of time are placed before the verb. Okay. അപ്പോ she always makes quarrel with him. She always makes quarrel with him. അവിടെ എന്താണ് quarrel എന്ന് പറയുന്ന വാക്കാണ് verb. Okay. quarrel എന്ന് പറയുന്ന വാക്ക് വഴക്കുണ്ടാക്കുന്നു. Okay. makes quarrel. Okay. makes quarrel. വഴക്കുണ്ടാക്കുന്നു. കംപ്ലീറ്റ്ലി അതാണ് makes quarrel. അതാണ് എന്ത് അവിടുത്തെ verb. ആ വെർബിന് തൊട്ട് മുന്നിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് adverb of time ആയതുകൊണ്ട് ആ വെർബിന് തൊട്ട് മുന്നിലാണ് എന്ത് വെച്ചിരിക്കുന്നത് adverb ആയ always വെച്ചിരിക്കുന്നത്. അപ്പോ ഇത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യും എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ adverbs of time എന്ത് adverbs of manner എന്ത് അതൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? She always makes quarrel with him. അടുത്തത് they often arrive on holidays. അപ്പൊ ഇവിടെ arrive എന്ന് പറയുന്ന വാക്കാണ് വെർബ്. ഓക്കെ. they often arrive on holidays. arrive എന്ന് പറയുന്ന വാക്കാണ് വെർബ്. ഇനി അവർ എപ്പോ വരുന്നു adverb of timeന്റെ കീവേഡ് ആണ് when, എപ്പോൾ, എപ്പോൾ. so they often arrive on holidays. അവർ വല്ലപ്പോഴും ഹോളിഡേയ്സിലാണ് വരുന്നത്. അപ്പോ അറൈവ് എന്ന് പറയുന്ന വെർബിന് തൊട്ട് മുന്നിലാണ് ഈ adverb of time വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്ത് when the verb contains an auxiliary and a main verb. when the verb contains an auxiliary and a main verb, the adverb will be used immediately after the first helping verb. when the verb contains an auxiliary and a main verb. ഇവിടെ മെയിൻ വെർബും ഉണ്ട് ഓക്സിലറി വെർബും ഉണ്ട്. മനസ്സിലായില്ലേ? the adverb should be used immediately after the first helping verb. അപ്പൊ ഇവിടെ മെയിൻ വെർബ് ഏതാ? മെയിൻ വെർബ് ഹാവ് ആണ്. ഓക്കെ. മെയിൻ വെർബ് ഏതാണ്? ഹാവ് ആണ്. ഇനി ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ അതിന്റെ എന്താ സബ് അതേതാണ്? ഷുഡ് ആണ്. ഓക്കെ. ഷുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഡ് മോഡൽ ആക്സിലറി ആണ്. ഹാവ് പ്രൈമറി ഓക്സിലറി ആണ്. ഇവിടെ രണ്ട് എന്തുണ്ട്? ഓക്സിലറീസ് ഉണ്ട്. ഹാവ് എന്താണ്? പ്രൈമറി ഓക്സിലറി ആണ്. ഷുഡ് എന്താണ്? മോഡൽ ഓക്സിലറി. സോ രണ്ട് ഓക്സിലറി ഉള്ളിടത്ത് ആദ്യത്തെ ഓക്സിലറിക്ക് തൊട്ട് ശേഷം രണ്ട് ഓക്സിലറി വെർബ് വരുന്നിടത്ത് ആദ്യത്തെ ഓക്സിലറിക്ക് തൊട്ട് ശേഷമാണ് എന്ത് വെക്കേണ്ടത്? വെർബിന് ആദ്യത്തെ ഓക്സിലറിക്ക് തൊട്ട് ശേഷമാണ് adverbനെ പ്ലേസ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. when the verb contains an auxiliary and a main verb, the adverb will be used immediately after the first helping verb. ഇവിടെ രണ്ട് എന്തുണ്ട്? ഓക്സിലറി വെർബ് ഉണ്ട്. ഹാവും ഉണ്ട്, ഷുഡും ഉണ്ട്. സോ ആദ്യത്തെ ഓക്സിലറി വെർബിന് തൊട്ട് ശേഷമാണ് adverb ആയ നെവർ വെക്കേണ്ടത്. ഓക്കെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ സെൽഡം, നെവർ അതുപോലുള്ള നെഗറ്റീവ് വാക്സ് ഒക്കെ വരുന്ന സംഭവമുണ്ട്. സെൽഡം, നെവർ, റെയർലി, ഹാർഡ്ലി, സ്കാർസ്ലി അങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ വരുന്ന സംഭവങ്ങളുണ്ട്. അത് പഠിച്ചു വെക്കണം. അത് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോഴും നമുക്ക് ഉപകാരപ്പെടും. നെഗറ്റീവ് വാക്കുകൾ എന്ന് പഠിക്കുമ്പോഴും ഉപകാരപ്പെടും. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന സെക്ഷൻ വരുമ്പോൾ അത് ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് ആ നെഗറ്റീവ് വാക്കുകൾ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി she was bold enough to speak out. ആ സെന്റൻസ്, ഈ ഒരു സെന്റൻസ് ഒക്കെ PSC പലതവണ റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഒന്നുകിൽ റൂള് പഠിച്ചില്ലെങ്കിൽ എക്സാമ്പിൾ എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ. പറഞ്ഞുതരാം. The adverb enough is used after the adjective it modifies. അപ്പൊ ഇതൊരു എന്താണ്? എക്സെപ്ഷണൽ കേസ് ആണ്. ഇനഫ് എന്ന് പറയുന്ന adverb, ഇനഫ് അല്ലെങ്കിൽ മതിയായി എന്ന് പറയുന്ന adverb എപ്പോഴെന്താണ്? അത് മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവിന് ശേഷം. ഇനഫ് എന്ന് പറയുന്ന adverb അത് മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവിന് ശേഷമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെന്റൻസ് PSC തന്നിട്ട് ഷീ വാസ് ഡാഷ് ഇനഫ് ബോൾഡ് അങ്ങനെ ചോദിക്കും. ഷീ വാസ് ഇനഫ് ബോൾഡ് എന്ന് ചോദിക്കാം. ഷീ വാസ് ഇനഫ് ബോൾഡ് ടു സ്പീക്ക് ഔട്ട് എന്ന് ചോദിക്കും. അതുകൊണ്ട് തെറ്റിക്കരുത്. ഷീ വാസ് ബോൾഡ് ഇനഫ് ടു സ്പീക്ക് ഔട്ട്. അപ്പോ
ഇവിടെ സ്പീക്ക് എന്ന് പറയുന്നതാണ് എന്ത്? വെർബ്. സ്പീക്ക് എന്ന് പറയുന്നതാണ് എന്ത്? വെർബ്. ഇവിടെ അഡ്ജക്റ്റീവ് ആണ് ബോൾഡ്. അഡ്ജക്റ്റീവ് ആണ് ബോൾഡ്. അതിനെ മോഡിഫൈ ചെയ്യാനാണ് ഇനഫ് എന്ന് പറഞ്ഞ ആ ഒരു ആഡ് വെർബ് തന്നിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? വളരെ എക്സെപ്ഷണൽ കേസ് ആണ്. അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സെപ്ഷണൽ കേസ് ആണ്. ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നതായിട്ടാണ്. ഇത് PSC പലതവണ ചോദിച്ചിട്ടുള്ളതായിട്ടാണ്. ഷീ വാസ് ബോൾഡ് ഇനഫ് ടു സ്പീക്ക് ഔട്ട്. അവൾ എന്താണ്? ആ ഒരു കാര്യം ചോദിക്കാൻ അത്രയും ബോൾഡ് ആയിരുന്നു. ഷി വാസ് ബോൾഡ് ഇനഫ് ടു സ്പീക്ക് ഔട്ട്. സോ അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ബോൾഡ്, അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ബോൾഡിന്റെ തൊട്ട് മുന്നിൽ, അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ബോൾഡിന്റെ തൊട്ട് മുന്നിലാണ് എന്ത്? ഇനഫ് എന്ന് പറയുന്ന സംഭവം ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ ഓക്കെ ആണോ? ഇവിടെ പറയടേ, ഓക്കെ ആണോ? പറഞ്ഞടേ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ. പറഞ്ഞേടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഒരു ഡൗട്ടും ഇല്ലേ? പറയടേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടെ? ഹലോ, ആർക്കും ഒരു ഡൗട്ടും ഇല്ലേ? പറയടേ. ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഓക്കെ, PSC ഒരു മാർക്ക്, PSC എന്താണ് ഒരു മാർക്ക് കൊണ്ടുതരുന്ന ഒരു ഐറ്റം ആണ് ഈ ആഡ് വെർബ് എന്ന് പറയുന്നത്. ഒരു മാർക്കാണ് കൃത്യം നമുക്ക് തരുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? വളരെയധികം കൃത്യമായിട്ട് പഠിക്കുക. മനസ്സിലായോ? വളരെയധികം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, 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 ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. അവിടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാമോ? പറഞ്ഞേ. ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മുടെ LSGDയും പിന്നെ SI ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.